ശ്രീ ഭദ്രകാളിയൈ നമോസ്തുതേ. നമസ്തേ സജ്ജനങ്ങളെ, അനന്തപുരിയിലെ ഉത്സവ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ ഭക്തി നിർഭരവും ആചാരാനുഷ്ഠാനങ്ങൾക്കും ക്ഷേത്രോത്സവങ്ങൾക്കും പ്രാധാന്യം നൽകി വീഡിയോ പകർപ്പായി സൂക്ഷിക്കുന്ന ഞങ്ങളുടെ സംരംഭത്തിൽ ഇന്ന് തിരുവനന്തപുരം പേയാട് വിട്ടിയം ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ 2025 ഒക്ടോബർ 10 മഹാകാളി ഹോമം നടക്കുകയുണ്ടായി. ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ വെള്ളായണി ജയചന്ദ്രൻ പോറ്റി അവരുടെ നേതൃത്വത്തിൽ നടന്നതിൻ്റെ പ്രസക്ത ഭാഗങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഈ വീഡിയോ ഭക്തിപുരസരം ഭക്തജനങ്ങൾക്കായി സമർപ്പിച്ചുകൊള്ളുന്നു. ദേവി മാഹാത്മ്യം 11-ാം അധ്യായത്തിൽ ദേവിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു. ജ്വാലാകരാളം അത്യുഗ്രം അശേഷാസുര സൂദനം തൃശൂലം പാതുനോഭേദർ ഭദ്രകാളി നമോസ്തുതേ എന്ന ശ്ലോകത്തിൽ ദുർഗയുടെ ഭയാനക ഭാവത്തെ ഭദ്രകാളിയായി സങ്കല്പിച്ചിരിക്കുന്നു. ഈ കാളി ദേവി ദുർഗാദേവിയുടെ അഥവാ പാർവതി ദേവിയുടെ രൂപമാണ്. ശിവപ്രിയയാണ് ഈ ഭദ്രകാളി ദേവി. ശംഭുസ്ത എന്ന് ആരംഭിക്കുന്ന ധ്യാനത്തിൽ ശിവ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. മാർക്കണ്ഡേയ പുരാണത്തിലെ ഭദ്രോൽപത്തി പ്രകരണത്തിൽ ശിവപുത്രിയായ ഭദ്രകാളിയുടെ അവതാരവും മാഹാത്മ്യവും വർണ്ണിക്കുന്നുണ്ട്. ബ്രഹ്മാവിൽ നിന്നും വരസിദ്ധികൾ നേടിയ ദാരികാസുരൻ ത്രിലോകങ്ങളും കീഴടക്കി. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, സ്കന്ദൻ, ഇന്ദ്രൻ, യമൻ ആദിയായവർക്കൊന്നും ദാരികനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അവസാനം ശ്രീ പരമേശ്വരൻ ലോക സംരക്ഷണാർത്ഥം തൻ്റെ ത്രിലോചനം തുറന്നു. അതിൽ നിന്നും അന്നുവരെ പ്രപഞ്ചം ദർശിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഭീകരവും രൗദ്രവുമായ ഭാവത്തോടു കൂടിയ മഹാകാളി ഉടലെടുത്തു. ഇത് ശിവപുത്രിയാണ്. ഈ മഹാകാളി ദാരികനെ നിഗ്രഹിക്കുകയും ചെയ്തു. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഭദ്രകാളി വിഗ്രഹങ്ങൾക്ക് പല രൂപകൽപ്പനകളുമുണ്ട്. വാൾ, പരിച, കപാലം, ദാരികശിരസ്, വെൺമഴു, ഡമരു, ശൂലം, കയറ്, തോട്ടി, ഉലക്ക, തലയോട്, മണി, സർപ്പം, ശംഖ്, അമ്പ്, വില്ല്, കുന്തം, ചക്രം തുടങ്ങിയവയാണ് ഭദ്രകാളി ദേവിയുടെ കൈകളിൽ കാണപ്പെടുന്നത്. 4, 8, 16 എന്നിങ്ങനെ 64 കരങ്ങളുള്ള ഭദ്രകാളി സങ്കല്പങ്ങൾ വരെയുണ്ട്. ഭദ്രകാളി, കരിങ്കാളി, സുമുഖികാളി, മഹാകാളി, രാത്രികാളി, ബാലഭദ്ര എന്നിങ്ങനെ നിരവധി രൂപഭാവ സങ്കല്പങ്ങളും ഭദ്രകാളി അമ്മയ്ക്കുണ്ട്. പീഠം, വാൾ, ചിലമ്പ്, വാൽക്കണ്ണാടി, ശിലാനിർമ്മിതവും ലോഹനിർമ്മിതവുമായ കണ്ണാടി ബിംബം എന്നിവയും ഭദ്രകാളി സങ്കല്പത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ഭദ്രകാളി പ്രീതിക്കു വേണ്ടി പുരാതന കാലം മുതൽ പാട്ട്, ഉത്സവം, വേല, താലപ്പൊലി, കളിയാട്ടം തുടങ്ങിയവ നടന്നു വന്നിരുന്നു. പാട്ടുത്സവമാണ് ഭദ്രകാളി ദേവിക്ക് മുഖ്യം. കളമെഴുതി പൂജിച്ച് ദേവീ സാന്നിധ്യം കളത്തിൽ ആവാഹിച്ചും പീഠവും വാളും ഒരുക്കിയും കാപ്പുകെട്ടി കുടിയിരുത്തിയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദേവിയെ ആരാധിച്ചു പോരുന്നു. കുംഭം, മീനം മാസങ്ങളിലാണ് ഭദ്രകാളി ദേവിയുടെ തിരുവുത്സവം ആചരിക്കുന്നത്. ശാന്തസ്വരൂപിണിയും മാതൃഭാവത്തിലുമുള്ള ദേവിയായിട്ടാണ് വിട്ടിയം ശ്രീ ഭദ്രകാളി ദേവിയെ സങ്കല്പിച്ച് പൂജിച്ച് ആരാധിച്ചു പോരുന്നത്. ഈ ക്ഷേത്രത്തിലെ തിരുവുത്സവം കുംഭമാസത്തിലാണ് ആചരിക്കുന്നത്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ കൊടിയേറ്റു മുതൽ കൊടിയിറക്കു വരെയുള്ള ദിവസങ്ങളിൽ വിവിധ തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ മുൻകാലങ്ങളിൽ മുതൽ ആചരിച്ചു വരുന്നു. 2026 തിരുവുത്സവം 10 ദിവസം നീണ്ടു നിൽക്കുന്ന ദിക്കുവരിയോടുകൂടിയാണ് ഉത്സവം ആഘോഷിക്കുന്നത്. ക്ഷേത്രത്തിന് കുറച്ച് അകലെയുള്ള സ്ഥലത്തിൽ നിന്നിരുന്ന വരിക്കപ്ലാവിൽ നിന്നാണ് തിരുമുടി നിർമ്മിച്ചിരിക്കുന്നത്. ഈ പ്ലാവിനെ അമ്മച്ചി പ്ലാവായി ഇന്നും ആരാധിച്ചു പോരുന്നു. പൂർവിക കാലങ്ങളിൽ ഈ സ്ഥലം വിശാലമായ പാടശേഖരമായിരുന്നു. കൊയ്ത്തു കഴിഞ്ഞ നിലത്തിൽ പച്ചപ്പന്തൽ കെട്ടി ദേവിയെ കുടിയിരുത്തി പൂർവികർ ആരാധിച്ചിരുന്നതിൽ നിന്നും നാം ഇപ്പോൾ കാണുന്ന ക്ഷേത്ര നിർമ്മിതിയിൽ എത്തിയത് 1983 കാലഘട്ടത്തിലൂടെയായിരുന്നു. ഉത്സവകാലത്ത് ദേവിയെ ഭദ്രകാളി പാട്ട് പാടി കുടിയിരുത്തുകയും ബാലന്മാരെ കുത്തിയോട്ട വ്രതത്തിനായി നിർത്തുകയും ചെയ്യുന്നു. തുടർന്ന് ഉത്സവ സമാപന ദിവസം അടുത്തുള്ള പേയാട് ഭജനമഠം ശ്രീ വേണുഗോപാല ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന കുത്തിയോട്ടം അമ്മച്ചി പ്ലാവിന് മുന്നിലെത്തുമ്പോൾ ക്ഷേത്രത്തിൽ നിന്നും ദേവിയെ താലപ്പൊലി അകമ്പടിയോടുകൂടി കുത്തിയോട്ടത്തിന് സ്വീകരിച്ച് ക്ഷേത്രത്തിൽ എത്തുന്നു. തുടർന്നുള്ള ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം അടുത്തുള്ള അരുവിപ്പുറം കടവിൽ ദേവി ആറാട്ട് നടത്തി തിരികെ അമ്പലത്തിൽ എത്തിയതിനു ശേഷം കൊടിയിറക്കി ഉത്സവം സമാപിക്കുന്നു.
3 വർഷത്തിലൊരിക്കൽ ദേവി ദിക്കുബലിക്കായി പുറപ്പെടുന്ന ഉത്സവത്തിന് 10 ദിവസമായിട്ടാണ് ആചരിക്കുന്നത്. വളരെ മനോഹരമായ ഗ്രാമഭംഗിയാർന്ന ഈ ക്ഷേത്രത്തിൽ മഹാദേവൻ, ഗണപതി, നാഗർ, ശാസ്താവ് എന്നീ ദേവതകളെ ഉപദേവതകളായി ആരാധിക്കുന്നു. ഇവിടെ എല്ലാ വെള്ളി, ചൊവ്വ ദിവസങ്ങളിലും മലയാള മാസം 1-ാം തീയതിയും ആയില്യത്തിനും ദേവിയുടെ നക്ഷത്രമായ കാർത്തികയ്ക്കും കൂടാതെ നവരാത്രിയായ അഷ്ടമി, നവമി, ദശമി എന്നീ ദിവസങ്ങളിലും നട തുറക്കുന്നു. ഇവിടുത്തെ പ്രധാന വഴിപാട് കടുംപായസമാണ്. ഈ ക്ഷേത്ര പ്രവർത്തനങ്ങൾ നടത്തുന്നത് നാട്ടുകാരുടെ നിർലോഭമായ സഹായ സഹകരണത്തോടു കൂടി ക്ഷേത്ര സംരക്ഷണ സമിതി നടത്തിപ്പോരുന്നു. ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്നത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി വിട്ടിയം. ക്ഷേത്രവിലാസം: വിട്ടിയം ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം, പേയാട് PO, തിരുവനന്തപുരം, നിയർ ക്രൈസ്റ്റ് നഗർ സ്കൂൾ. ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴി തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്നും പൂജപ്പുര കാട്ടാക്കട റൂട്ടിൽ സഞ്ചരിച്ച് പേയാട് ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് 600 മീറ്റർ മാറി സഞ്ചരിച്ച് ഇടതുഭാഗത്തായിട്ട് വിട്ടിയം ജംഗ്ഷനിൽ എത്തുമ്പോൾ വിട്ടിയം ക്ഷേത്ര കവാടം കാണാവുന്നതാണ്. സത്യസ്വരൂപിണിയായി വിട്ടിയം ദേശത്തിൻ്റെ ദേശദേവതയായി വിരാജിക്കുന്ന ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തുന്ന എല്ലാ സജ്ജനങ്ങൾക്കും അമ്മയുടെ കൃപാകടാക്ഷം ലഭിക്കുമാറാകട്ടെ. ഈ വീഡിയോ 1ഉം 2ഉം ഭാഗങ്ങളായി തയ്യാറാക്കിയതിൽ 1-ാം ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. 2-ാം ഭാഗം അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്. ഞങ്ങൾ തയ്യാറാക്കിയ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദേവീ ശരണം എന്ന നാമം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ക്ഷേത്രത്തെക്കുറിച്ചുള്ള മറ്റ് ഐതിഹ്യങ്ങളോ അനുഭവങ്ങളോ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ എഴുതുക. ഈ വീഡിയോ നിങ്ങളിൽ ഓരോരുത്തരിലൂടെയും ഷെയർ ചെയ്ത് ഈ ദേശത്തും മറ്റു ദേശങ്ങളിലും ഉള്ളവർക്കും എത്തിക്കുന്നതുവഴി വിട്ടിയം ദേവി ക്ഷേത്രത്തിൻ്റെ യശസ്സും കീർത്തിയും വർദ്ധിക്കുമാറാകട്ടെ. അതുവഴി ഈ ക്ഷേത്ര പുരോഗതിക്കായി നിങ്ങളും ഒരു കാരണക്കാരാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എന്നും ക്ഷേത്രവിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന ഹരിപ്രിയ പ്രൊഡക്ഷൻസ് മറ്റൊരു ക്ഷേത്രവിശേഷവുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
വന്നിട്ടുള്ള മുഴുവൻ ഭക്തജനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങളിൽ എല്ലാവരും ഉപവിഷ്ടരാവണം. ഏറ്റവും തീരുന്നതുവരെ ഈ ആസ്ഥാനം നമ്മളെ സ്വകാര്യ സംഭാഷണത്തിനുള്ളതല്ല, മനസ്സ് നിറച്ച് നാമം ജപിക്കുക മാത്രം. അപ്പൊ ഇവിടെ യാഗം നടക്കുന്ന സമയത്ത് യാഗം ഇവിടെ ദേവിയെ ഇവിടെ നമ്മൾ അകത്തുനിന്ന് ദേവിയുടെ സാന്നിധ്യം ഇവിടെ മണ്ഡപത്തിന്റെ മുമ്പിൽ യാഗശാലയുടെ മുമ്പിൽ കൊണ്ടു ഇരുത്തി അമ്മയുടെ പ്രസന്റിലാണ് ഇനി ഇവിടെ യാഗം നടന്നത്. ഇപ്പൊ അഗ്നിക്ക് പൂജ കഴിഞ്ഞു. ഇനി ഇവിടെ മഹാകാളിയെ യാഗകുണ്ഡത്തിലേക്ക് ആവാഹിക്കുന്ന പൂജാ കാര്യങ്ങളാണ് നടക്കുന്നത്. ഈ സമയത്ത് നമ്മളിവിടെ ഇരുന്ന് സ്വകാര്യ സംഭാഷണം നടത്തുന്നത് എപ്പോഴും നിങ്ങൾക്ക് നെഗറ്റീവ് ഉണ്ടാവൂ എന്നുള്ളത് മാത്രം, പരമാർത്ഥം മാത്രം പറയുന്നു. അതുകൊണ്ട് നാമം ജപിക്കുക മാത്രമേ ചെയ്യാവൂ. അത് ഇത് കഴിഞ്ഞ് അങ്ങനെ സംസാരിക്കണമെന്ന് അത്യാഗ്രഹമുള്ളവര് അതൊക്കെ ആളെ വിളിച്ചുകൊണ്ട് ഈ മതിൽക്കെട്ടിന് വെളിയിൽ നമ്മുടെ യാഗശാല കോമ്പൗണ്ടിന് വെളിയിൽ കൊണ്ടുനിർത്തി മുഴുവൻ പറഞ്ഞു തീർത്തിട്ട് വന്നിരുന്നാ. അതുകൊണ്ട് വളരെ ശ്രദ്ധ, ഭക്തി, വിശ്വാസത്തോട് ഭക്തി ഉണ്ടാവണം. വളരെ ശ്രദ്ധ, ഭക്തി, വിശ്വാസത്തോടു കൂടി ഈ യാഗം പൂർത്തിയാക്കണം. ഇത് കഴിയുമ്പോൾ കുറച്ചുപേര് നിശ്ചയിച്ചിട്ടുണ്ട്. അവര് ഇവിടെ ഈ കലശത്തിലേക്ക് ദേവിയെ ആവാഹിച്ച് കുങ്കുമം കലശം നിറച്ച് ആവാഹിച്ച് പൂജ കഴിയുമ്പോൾ കുറച്ചു പേർക്ക് അത് പറയും. സഹസ്രനാമം ഇവിടെ ഒരാളെ നിശ്ചയിച്ചിട്ടുണ്ട്, അദ്ദേഹം ചൊല്ലിത്തരും. കുറച്ചു പേർക്ക് അതിന്റെ അടുത്തിരുന്ന് ജപിക്കാം, ബാക്കിയുള്ളവരും ഇരുന്നിടത്തിരുന്നുകൊണ്ട് കേട്ട് ജപിക്കണം. ഓരോ നാമങ്ങളായി പറയണം, എല്ലാവരും കേട്ട് ചൊല്ലണം. അതുകൊണ്ട് വളരെ ജാഗ്രതയായി ഈ അഗ്നികുണ്ഡത്തിൽ അടുത്ത് വരാൻ പോകുന്ന അമ്മയാണ്. അഗ്നി ദീപനാളമായ അമ്മ ജ്വലിച്ചിവിടെ നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഒരു നിസാരമായി തീ കത്തിച്ചൊരു ഹോമം കുറെ സാധനങ്ങൾ വാരി ഇടുന്ന മനോഭാവം മാറ്റിയിട്ട് അഗ്നി കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത് അമ്മയാണ് എന്ന ബോധത്തില്, അത് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അമ്മയെ അഗ്നിയിൽ തന്നെ നിങ്ങൾക്ക് ദർശിക്കാൻ പറ്റും. അതുകൊണ്ട് വളരെ ശ്രദ്ധാഭക്തിയോടുകൂടി ഇനി ഇതിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കാൻ കൂട്ടാക്കില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും ഇതിനോട് സഹകരിക്കും എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എല്ലാവിധ ഐശ്വര്യവും നന്മയും ഉണ്ടാവട്ടെ. യാഗത്തിന് കൊടുത്തവരും മുഴുവൻ പേരുടെയും പേരിൽ ഇവിടെ സങ്കല്പം ചെയ്ത് യാഗം ചെയ്യും.
ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംബോകലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കുജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരോഗ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശുക്ലാം ഭരതരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച വസുദേവകുമാരായ കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. ഷഡാനനം കുങ്കുമരക്തവർണം മഹാമതീം ദിവ്യമയൂരവാഹം രുദ്രസ്യ സൂനം സുരസൈന്യനാദം ഗുഹം സദാഗം ശരണം പ്രപദ്യേ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രീ തുഭ്യം നമോ നമഃ. ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീകാളി സഹസ്രനാമസൂത്ര മഹാമന്ത്രസ്യ മഹാകാലവൈരവൃഷ്ടി അനുഷ്ഠിച്ചന്തക. ശ്രീ മഹാകാളി ദേവത ശ്രീ ഭദ്രകാളി ശ്മശാനവാസിനി പ്രസാദ സിദ്ധ്യാർത്ഥി ജിവേ വിനിയോഗ. ധ്യാനം. ഖഡ്ഗം ചക്രഗദേഷു ചാപാഭരികാൻ ശൂലം പുഷണ്ഡീം ശിരഃ
ശങ്കം സന്തതീം കുരൈസ്ത്രിനയനാം സർവാംഗഭൂഷാവൃതാം യാമസ്തോ സുവിദേഹരോ കമലാജോ ഹന്തും മധും കൈടഭം നീലാശ്മദ്ദുതിമാസ്യ പാദദശകാം സേവേ ഭദ്രകാളികാം സത്യഛിന്ന ശിര കൃപാണമഭയം ഹസ്തൈർവരം ബിഭ്രതീം ഹോരാസ്യാം ശിരസാം സൃജ സുരുചീമുന്മുക്ത കേശാവലി സൃക്പ്രഭാഗാം ശ്മശാനനിലയാം സ്വഘോഷപാലങ്കൃതീം ശ്യാമാംഗീം കൃതമേഖലാം ശവകരൈർദേവീം ഭജേ കാളികാം ഹോരാം ഹോരാട്ടഹാസാം കരകലിത കപാലശിരദ്രൗം നേത്രാം ശത്രുണാം പ്രാണഗന്ധീം ശിശുശശിമകുടാം ഭാവയേത് ഭദ്രകാളീം കാളീം മേഘസമപ്രഭാം ത്രിനയനാം വേതാളകണ്ഠസ്ഥിതാം ഖഡ്ഗം കേടകപാലധാരികശിരഃ വൃത്വാകരാഗ്രേക്ഷുജ ഭൂതപ്രേത പിശാച മാതൃസഹിത മുണ്ഡാസ്ത്രജാലങ്കൃതാം വന്ദേ ദുഷ്ടമസുരികാദിവിപദാം സംഹാരിണീമീശ്വരീം ഓം ക്രീം ഭം ഭദ്രകാളീ നമഃ 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 ഓം ശ്മശാനകാളികായേ നമഃ ഓം കാളീ നമഃ ഓം ഭദ്രകാളീ നമഃ ഓം കപാലിന്യേ നമഃ ഓം ഗുഹ്യകാളീ നമഃ ഓം മഹാകാളീ നമഃ ഓം കുലുകുല്ലായേ നമഃ ഓം അവരോധിന്യേ നമഃ ഓം കാളികായേ നമഃ ഓം കാളരാത്രി നമഃ ഓം മഹാകാലനിദംബിന്യേ നമഃ ഓം കാലഭൈരവ ഭാര്യായേ നമഃ ഓം കുലവർമ്മ പ്രകാശിന്യേ നമഃ ഓം കാമദായേ നമഃ ഓം കാമിന്യേ നമഃ ഓം കാമ്യായേ നമഃ ഓം കമനീയ സുഭാവിന്യേ നമഃ ഓം കസ്തൂരിരസ നീലാംഗിന്യേ നമഃ ഓം കാമസുന്ദര്യേ നമഃ ഓം കാമാർത്തായേ നമഃ ഓം കാമരൂപായേ നമഃ ഓം കാമധേനവേ നമഃ ഓം കലാവത്യേ നമഃ ഓം കാമസ്വരൂപായേ നമഃ ഓം കാമാഖ്യായേ നമഃ ഓം കുലപാലിന്യേ നമഃ ഓം അംബായേ നമഃ ഓം ദുർഗായേ നമഃ ഓം ദുർഗാർത്തിനാശിന്യേ നമഃ ഓം കൗമാര്യേ നമഃ ഓം കുലജായേ നമഃ ഓം കൃഷ്ണദേഹായേ നമഃ ഓം കിശോദര്യേ നമഃ ഓം കിങ്കാര്യേ നമഃ ഓം കമലായേ നമഃ ഓം കലായേ നമഃ ഓം കലാളസ്ഥായേ നമഃ ഓം കലായേ നമഃ ഓം കുലകാന്തായേ നമഃ ഓം അപരാജിതായേ നമഃ ഓം ഉഗ്രായേ നമഃ ഓം ഉഗ്രപ്രഭായേ നമഃ ഓം ദീപ്തായേ നമഃ ഓം വിപ്രചിത്തായേ നമഃ ഓം മഹാബലായേ നമഃ ഓം വീരായേ നമഃ ഓം ഹരായേ നമഃ ഓം ബലകായേ നമഃ ഓം മാത്രായേ നമഃ ഓം മുദ്രപിതായേ നമഃ ഓം അസിലായേ നമഃ ഓം ബ്രാഹ്മ്യേ നമഃ ഓം നാരായണേ നമഃ ഓം ഭദ്രായേ നമഃ ഓം സുഭദ്രായേ നമഃ ഓം ഭക്തവത്സലായേ നമഃ ഓം മഹേശ്വരിയേ നമഃ ഓം ചാമുണ്ഡായേ നമഃ ഓം വരാഹിണ്യേ നമഃ ഓം നാരസിംഹികായേ നമഃ ഓം
വജ്രാംഗീ നമഃ ഓം വജ്രഗന്ധായേ നമഃ ഓം ധ്രുവണ്ഡ ത്രകിന്യേ നമഃ ഓം ശിവായേ നമഃ ഓം മാലിന്യേ നമഃ ഓം നരമുണ്ടാളിന്യേ നമഃ ഓം ചക്രരക്ത വിഭൂഷണായേ നമഃ ഓം രക്തചന്ദന സിദ്ധാംഗിന്യേ നമഃ ഓം സിന്ദൂരാരുണമസ്തകായേ നമഃ ഓം ഘോരരൂപായേ നമഃ ഓം ഘോരദംഷ്ട്രായേ നമഃ ഓം ഘോരാഘോരധരായേ നമഃ ഓം യുഗദന്തരായേ നമഃ ഓം സുലോചനായേ നമഃ ഓം വിരൂപാക്ഷിണ്യേ നമഃ ഓം വിഷ്ണുപ്രസന്നാസ്യായേ നമഃ ഓം സ്മേരവക്തായേ നമഃ ഓം സുഭാഷിണ്യേ നമഃ ഓം കുലശ്രേഷ്ഠായേ നമഃ ഓം മഹത്യേ നമഃ ഓം യുഗഭാഷിണ്യേ നമഃ ഓം സുമത്യേ നമഃ ഓം കുമത്യേ നമഃ ഓം ചണ്ഡായേ നമഃ ഓം ചണ്ഡമുണ്ടാതിവേഗിന്യേ നമഃ ഓം ചണ്ഡായേ നമഃ ഓം ചണ്ഡികായേ നമഃ ഓം ചണ്ഡ്യേ നമഃ ഓം അർച്ചികായേ നമഃ ഓം ചണ്ഡവേഗിന്യേ നമഃ ഓം പ്രേതപാണിന്യേ നമഃ ഓം സുമേഖലായേ നമഃ ഓം പ്രേതാത്രായേ നമഃ ഓം പ്രിയപ്രേതായേ നമഃ ഓം പ്രേതഭൂമി കുലാലയായേ നമഃ ഓം ശ്മശാനവാസിന്യേ നമഃ ഓം പുണ്യശ്ലോകേ നമഃ ഓം വരദായേ നമഃ ഓം ഖഡ്ഗപാണിന്യേ നമഃ ഓം നൃമുണ്ഡകസ്തശസ്ത്രായേ നമഃ ഓം ചിന്നമസ്തായേ നമഃ ഓം സുനാസികായേ നമഃ ഓം ശിവായേ നമഃ ഓം ഖഡ്ഗായേ നമഃ ഓം വിശങ്കായേ നമഃ ഓം മദനാതുരായേ നമഃ ഓം മത്തായേ നമഃ ഓം പ്രമത്തായേ നമഃ ഓം പ്രമദായേ നമഃ ഓം സിദ്ധാസിന്ധു നിവാസിന്യേ നമഃ ഓം അതിമത്തായേ നമഃ ഓം മഹാമത്തായേ നമഃ ഇതപ്രിയായേ നമഃ ഓം വാദ്യരഥായേ നമഃ നമഃ ഓം കാർത്തിയ ഓം ഓം നാഗശായിന്യേ നമഃ ഓം വസുമത്യേ നമഃ ഓം യക്ഷിണ്യേ നമഃ ഓം യോഗിന്യേ നമഃ ഓം ജരായേ നമഃ ഓം രാക്ഷസേ നമഃ ഓം ഡാകിന്യേ നമഃ വിദ്യായേ നമഃ ഓം തന്ത്രായേ നമഃ ഓം പാർവത്യേ നമഃ ഓം അപർണായേ നമഃ ഓം വിച്ഛനായേ നമഃ ഓം ലോലായേ നമഃ ഓം സർവവിദ്യായേ നമഃ ഓം തപസ്സി ഓം നിത്യേ നമഃ ഓം സുഖീ ഓം ക്ഷമായേ നമഃ ഓം വാണ്യേ നമഃ ഓം സരസ്വത്യേ നമഃ ഓം മാതംഗേ നമഃ ഓം വിജയായേ നമഃ ഓം ജയായേ നമഃ ഓം നദ്യേ നമഃ ഓം സിന്ധവേ നമഃ ഓം സർവമയേ നമഃ ഓം ധാരായേ നമഃ ഓം ശൂന്യനിവാസിന്യേ നമഃ ഓം ചിദാനന്ദ സ്വരൂപിണ്യേ സാത്യായ നമഃ പ്രസാദിന്യേ നമഃ സുമത്യായ നമഃ കൽപ്പലതായ നമഃ ത്രൈലോക്യജനന്യേ നമഃ യുജ്യായ നമഃ ഓം പൂജ്യായ നമഃ ഓം വിഭായ നമഃ ഓം ഭുക്തേ നമഃ രൂപായ നമഃ ഓം മഹാമുദ്രായ നമഃ പശ്യേ നമഃ യോഗരൂപിണ്യേ നമഃ അനന്തകുസുമായ നമഃ അനന്തമേഖലായ നമഃ അനന്തരേഖായ നമഃ അനന്തകുശീശ്വരീ നമഃ ജൈന്യേ നമഃ സർവദുഃഖ ക്ഷേന്ദ്രിയേ നമഃ
ജഡംഗയുവത്യേ നമഃ ഓം യോഗായുക്തായ നമഃ ഓം ജ്വാലാംശുമാലിന്യേ നമഃ ഓം ദുരാശയായ നമഃ ഓം ദുരാദ ശ്മശാന ഭൈരവ്യേ നമഃ ഓം തരുണ ഭൈരവ്യേ നമഃ ഓം ജ്ഞാനാനന്ദ ഓം യമായാവക സിന്ദൂരയുക്ത ചന്ദന രൂപദൃതേ നമഃ ഓം കർപ്പൂരരാഗ രുഗ കസ്തൂരി കുങ്കുമ ദ്രവ ലേപിതായേ നമഃ ഓം ശിവായേ നമഃ ഓം ശൈവായേ നമഃ ഓം രുദ്രാണ്യേ നമഃ ഓം ശിവനാഥിന്യേ നമഃ ഓം മഹാദേവപ്രിയായേ നമഃ ഓം ദേവിയേ നമഃ ഓം അനന്തമേഖലായേ നമഃ ഓം നാഗിന്യേ നമഃ ഓം യോഗിന്യേ നമഃ ഓം ഉപയോഗിന്യേ നമഃ ഓം മഹായേ നമഃ ഓം മാഗേശ്വരേ നമഃ ഓം വൈഷ്ണവേ നമഃ ഓം രാമര്യേ നമഃ ഓം ശിവരൂപിണ്യേ നമഃ ഓം അലംകുസായേ നമഃ ഓം ഭോഗവത്യേ നമഃ ഓം ക്രോധരൂപായ നമഃ ഓം സുരേഖനായ നമഃ ഓം ഗാന്ധാര്യ നമഃ രൂപായ നമഃ അഖിലിംഗ സുധാവാകായ നമഃ ഓം സ്വയംഭൂ കുസുമപ്രീതായ നമഃ ഓം സ്വയംഭൂ കുസുമാർച്ചിതായ നമഃ ഓം സ്വയംഭൂ കുസുമാകുലായ നമഃ ഓം സ്വയംഭൂ പുഷ്പനിലയായ നമഃ ഓം സ്വയംഭൂ കുസുമോന്മദായ നമഃ ഓം സ്വയംഭൂ പുഷ്പസുന്ദരിയ നമഃ ഓം സ്വയംഭൂ കുസുമാരാധ്യായ നമഃ ഓം സ്വയംഭൂ കുസുമോദ്ഭവായ നമഃ ശുക്രനാരായ നമഃ ശുക്രരൂപായ നമഃ ശുക്രസമ്പദേ നമഃ രക്തപൂജ സദാരക്യേ നമഃ രക്തവന്ദകവന്ദിതായ നമഃ രക്താനന്ദലകേ നമഃ രക്തസദാനന്ദവിദായിന്യേ നമഃ ഓം രക്താരക്തായ ഓം ശ്രീ മഹാകാളീ നമഃ. ഇപ്പൊ ഓരോ റൗണ്ട് സഹസ്രനാമം അതുപോലെ ഇവിടെ ഏകദേശം പകുതിയോളം ഹോമദ്രവ്യങ്ങളും ഹോമിച്ചു കഴിഞ്ഞു. ഇനി ഒരു ചെറിയ ബ്രേക്ക് ആണ്.